ജിസൻസ് കോക്ക് ഒരു ജാതി ജാതകം. ഡയറക്ടർ പി മോഹനൻ വെറ്ററൻ ഡയറക്ടറാണ്. അതുപോലെ ഇത് എഴുതിയിരിക്കുന്നത് രാകേഷ് മണ്ടോടി. ഇവരൊക്കെ കുടുംബക്കാരാണ്. പിന്നെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ. പിന്നെ ധ്യാനെ അറിയാലോ. പക്ഷേ ഒരു വടക്കൻ നെപ്പോ ടീമാണെങ്കിലും കഴിവുള്ള ആളുകളാണ്. ഇദ്ദേഹം തന്നെ രാകേഷ് മണ്ടോടി തന്നെ തിരയും ഗോതയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസും സ്റ്റോറി ടെല്ലിംഗ് കഴിവൊക്കെ ധ്യാനെ പോലെ തന്നെ ഇൻ്റർവ്യൂസിൽ ക്ലോസ് റിസംബ്ലൻസ് തോന്നിയിട്ട് ഈ അടുത്ത് കുറേ ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ഇമ്പാക്റ്റ് സിനിമയിൽ ഉടനീളം കോമഡിയുടെ കാര്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. മഹാ സുബേറാണ് പ്രൊഡ്യൂസർ. മ്യൂസിക് ഗുണ സുബ്രഹ്മണ്യൻ. ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമഡി പടങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് നോട്ട് ഈസി. മറ്റുള്ളതൊക്കെ ഈസിയാണെന്നല്ല, പക്ഷേ ഇതിൽ ഓരോ സീൻസിന് കൊടുത്തിരിക്കുന്ന സ്കോറിങ് വാസ് കിടു. പിന്നെ പാട്ടുകളൊക്കെ ആസ് യൂഷ്വൽ പടമായിട്ട് ചേർന്ന് പോകുന്ന പാട്ടുകളാണ്. വിശ്വജിത്ത് ഒടുക്കത്തിലാണ് ഇതിൻ്റെ DOP. അതുപോലെ തന്നെ രഞ്ജൻ എബ്രഹാം, അദ്ദേഹം വെറ്ററനാണ്, അദ്ദേഹമാണ് എഡിറ്റർ. ഗായകൻ വിധു പ്രതാപിൻ്റെ എൻട്രിയോട് കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഇതിൽ നമ്മുടെ വിനീതിൻ്റെ അഴിഞ്ഞാട്ട പരിപാടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ജയേഷ്, മമ്പറത്ത് ജയേഷ്, അതായത് ആ പേരിൽ തന്നെ അഭിമാനിക്കുന്ന, സ്വന്തം ജാതിയിൽ അഭിമാനിക്കുന്ന മെയിൽ ഷോവനിസ്റ്റ് പിഗായിട്ടുള്ള, സ്ത്രീകളിൽ കുല പ്രതീക്ഷിക്കുന്ന, കുല മീൻസ് അത്തരത്തിലുള്ള സ്ത്രീകളെ, ആണിൻ്റെ അടിമയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ജോലിക്ക് വിടാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, കുട്ടികളെ ഉണ്ടാക്കി പോറ്റാൻ നോക്കുന്ന, പിന്നെ കുറേ പുരാണ ഗ്രന്ഥങ്ങളിലേക്ക് അതും വായിച്ച് നടക്കുന്ന, എന്തോ കോടാങ്കി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതും പൊക്കി നടക്കുന്ന, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന, എന്നാൽ ഒരു മരപ്പൊട്ടനായിട്ടുള്ള, എല്ലാവരാലും ഊക്കുകൾ ഏറ്റുവാങ്ങുന്ന, കാണാൻ വലിയ ഇതൊന്നുമില്ലാത്ത, ഇതിൽ ഇദ്ദേഹത്തിന് അച്ഛൻ തന്നെ പേക്കാന്തവളം എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പഴയ ഒരു ശ്രീനിവാസൻ പരിപാടി ഉണ്ടല്ലോ, ഇത് സ്വയം ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു കഥാപാത്രം സൃഷ്ടിച്ച് അതുവഴി കോമഡി ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ കഥാപാത്രമാണ്. പക്ഷേ ശ്രീനിവാസൻ പണ്ട് എഴുതി വെച്ച അദ്ദേഹം തന്നെ ചെയ്ത ക്യാരക്ടേഴ്സിനേക്കാളും ഭയങ്കര ലൗഡാണ്, ഓവറാണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഓവറായിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കൊരവള്ളി പൊട്ടിപ്പോകുന്ന വിചാരിക്കും. അങ്ങനത്തെ മൊത്തം ഇങ്ങനെയാണ് പട്ടേന്ന് പറഞ്ഞ പടം പോണത്. ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ചും അങ്ങനെ സീൻ ആഫ്റ്റർ സീൻ കോമഡിയാണ്. അപ്പോൾ ഇങ്ങനൊരു കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തതോടുകൂടി തന്നെ ഈ കഥാപാത്രത്തിൻ്റെ സ്വഭാവം പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഫസ്റ്റ് തന്നെ ഒരു മാട്രിമോണിയൽ സൈറ്റിൽ കയറിയിട്ട് ഈ കഥാപാത്രം, ഈ ജയേഷ് പറയുന്ന വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തങ്ങക്കവളും ഇരട്ടത്താടിയും കണ്ടു കഴിഞ്ഞാൽ പെറ്റതുപോലെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു മാങ്ങാത്തൊരു ഇല്ല. ഒരു മൊണ്ണ ചങ്ങായിട്ടാണ് ഇതിൽ വിനീത് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇതേ റേഞ്ചിലുള്ള ആൾക്കാരാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു കയോട്ടിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് പറഞ്ഞു ജഗബൊക പരിപാടിയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ ആഫ്റ്റർ സീൻ കോമഡിയാണ്. പ്രത്യേകിച്ചും ഫസ്റ്റ് ഹാഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മരണ വീട്, കല്യാണ വീട്, പ്രത്യേകിച്ച് കണ്ണൂരാണ്, അവിടുത്തെ സ്ലാങ്, അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്ന രീതി, അങ്ങനെ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചെടുത്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ക്യാരക്ടർ പറയുന്നത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. എനിക്ക് പേഴ്സണലി അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അവിടെ പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാങ്ങാത്തൊന്നുമില്ല. അയാൾ അങ്ങനെ ജയേഷ് അങ്ങനെ സംസാരിക്കും, അവിടെ ആൾക്കാരൊക്കെ അങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എസ് എ ഹോൾ നോക്കുന്ന സമയത്ത് ഈ ആളുകൾക്ക് ഇങ്ങനെയാണെങ്കിൽ കൂടെ ഇതിങ്ങനെയൊന്നും അല്ലാന്നും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ളത് കൂടെ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വാക്കുകളുടെ ഉപയോഗം, അത് ബേസിക്കലി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു ഒബ്ജക്റ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അത് ആർബിട്രറി ആവുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഒരാളെ കളിയാക്കുന്ന സമയത്ത് ഒരു ക്ലാസ് റൂം നമ്മൾ ഒരു സൊസൈറ്റിയുടെ ഒരു മൈക്രോകോസായിട്ട് ഒരു ചെറിയൊരു ഭാഗമായിട്ട് എടുക്കുകയാണെങ്കിൽ, അവിടെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരാൾ തടി വെച്ചുകൊണ്ട് ഒരു തമാശ ഉണ്ടാകുന്ന സമയത്ത് ആ ക്ലാസ്സിൽ തടിയുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഫീൽ ആവൂ. അവർക്കത് ബാഡായി ഫീൽ ചെയ്യൂ. അവർക്കേ അവരുടെ ഈഗോ ഹർട്ടാവുള്ളൂ, അവരുടെ ഇമോഷൻസിനെ ഹർട്ട് ചെയ്യുള്ളൂ, അവർക്ക് ഇൻഫീരിയറായി ഫീൽ ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരും ചിരിക്കും. ഇതേപോലെ പേഴ്സൺ ടു പേഴ്സൺ ഇത് മാറിക്കൊണ്ടിരിക്കും. കറുത്ത ആളെ പറയുമ്പോൾ കറുത്താൾക്ക് ഫീൽ ആവും, താഴ്ന്ന ജാതിക്കാരനെ പറയുമ്പോൾ താഴ്ന്ന ജാതിക്കാരനെ ഫീൽ ആവും, ഒരു പ്രത്യേക മതക്കാരനെ പറയുമ്പോൾ മതക്കാരന് ഫീൽ ആവും, ഹൈറ്റ് കുറഞ്ഞ് ഹൈറ്റ് കൂടി. ഇതിൽ കൊന്ത്രമ്പലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സിനിമ കാണുന്ന സമയത്ത് ഇങ്ങനെ ഇൻസെക്യൂരിറ്റി ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ലെൻസ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ വിമർശിക്കാൻ ഉതകുന്ന ഒരു കാര്യം. പക്ഷേ ഈ സിനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കഥാപാത്രങ്ങളുടെ മീറ്റർ വെച്ചിട്ട് അതൊന്നും ചെയ്യാനാവില്ല. കാരണം ഈ ഇതിലുള്ള ആളുകൾക്ക് ഇങ്ങനെ അതും ഇതും പലതും വായി തോന്നി പറഞ്ഞ് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കുണ്ടൻ എന്ന് വിളിക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ട്, മഴവില്ല് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കുണ്ടൻ ഇങ്ങനെ ഒരുപാട് തവണ. അതാണ് ഈ സെക്കൻഡ് ഹാഫിൽ റിപ്പിറ്റേഷൻ ഓഫ് ഡയലോഗ്സ്, റിപ്പിറ്റേഷൻ ഓഫ് സീൻസ്, പിന്നെ ആകെ മെസ്സപ്പായി പോയി.
കഥാപാത്രങ്ങളെ കൂടെ കൂട്ടിക്കുഴഞ്ഞ് ജഗബോഗയായി. പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ ഫ്ലോയിങ് സുഖവും സെക്കൻഡ് ഹാഫ് കിട്ടിയില്ല. എന്നാൽ കഴിഞ്ഞാൽ പി കുഞ്ഞികൃഷ്ണൻ ചെയ്ത കഥാപാത്രം ഒരു രക്ഷയില്ലാത്ത പരിപാടി. എന്താ പുള്ളിയുടെ പെർഫോമൻസ്. ബാബു ആൻ്റണി, ബാബു തന്നെ പുള്ളിയുടെ പേര്. അങ്ങനെ പിന്നെ മറ്റേ താഹയുടെ മകൻ, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഒരു ലോഡ് സ്ത്രീ കഥാപാത്രങ്ങൾ എല്ലാവരെയും കൊണ്ടുവന്ന് ഇങ്ങനെ മൊത്തം ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി, മൊത്തം ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാക്കി, അതിനകത്ത് കോമഡി ഉണ്ടാക്കിയുള്ള പരിപാടിയാണ് ഈ സിനിമ. ഇങ്ങനെ ഇവർ പറയുന്നതൊക്കെ ആക്സെപ്റ്റബിൾ ആണോ, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു സിനിമ പോലുള്ള ഒരു പോപ്പുലർ കൾച്ചർ ഒരു പൊതുമാധ്യമത്തിൽ കൂടെ അവതരിപ്പിക്കാൻ പാടുണ്ടോ, പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ആളുകളുടെ ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്. അവരങ്ങനെ ഉണ്ടാക്കുന്നു. നിങ്ങൾ കണ്ട് ചിരിതുകൊണ്ട് ചിരിക്കാം, ചിരിക്കാതിരിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാക്റ്റ് ഇതിനകത്തുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാത് ആളുകൾക്ക് കൊള്ളുന്ന സമയത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പൊങ്ങി വരും. അതുകൊണ്ടാണ് വളരെ പ്രോഗ്രസീവായിട്ട് എല്ലാ ആളുകളെയും, എല്ലാ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ഓരം ചേർന്ന് നിൽക്കുന്ന ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ള വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ സിനിമയ്ക്കകത്തായി കഴിഞ്ഞാലും സംസാരിക്കുന്ന കാര്യങ്ങൾക്കകത്തായി കഴിഞ്ഞാലും എല്ലാം കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ കോമഡിക്ക് വേണ്ടി കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോമിക്കലായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് LGBTQ, അതായത് സെക്ഷുവാലിറ്റി. പലതരം ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ വ്യക്തമാണ്. കുണ്ടൻ തന്നെയാണ് വിളിക്കുന്നത്. അത് LGBTQ മഴവില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല നാട്ടിൻ പുറത്തൊക്കെ ആൾക്കാർ സംസാരിക്കുന്നത്. പക്ഷേ ആ ഇൻസെക്യൂരിറ്റി മാറണം എന്നാണ് പേഴ്സണലി ഞാൻ പറയുന്നത്. അങ്ങനെ ഇൻസെക്യൂർ ആവുന്നത് എന്തിനാണ്? ഞാനിതാണ് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവുക, അത് പറയാനുള്ള സ്പേസ് സൊസൈറ്റിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മൃദുൽ നായർ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ഹ്യൂമറസ് ആയിട്ടുള്ള കഥാപാത്രമാണ്. അദ്ദേഹം മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. നിഖില വിമൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അവർ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ സീൻസ് വളരെ കുറവാണ്. പിന്നെ ഞാൻ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ കൈഡലുഹോറയുണ്ട്. പിന്നെ സൈനോറ ഫിലിപ്പ് ഗായിക, നേരത്തെ വിധു പ്രതാപ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഗായകൻ. പിന്നെ ശരത് സഭയുണ്ട്. ശരത് സഭ അവസാനം ആ ക്യാരക്ടർ ഓവറാണ്, പുള്ളി അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്നാലും അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ടുവേർഡ്സ് ക്ലൈമാക്സ് ആയ സമയത്ത് ഇത് മെസ്സപ്പായി പടം, അലമ്പായി കുറച്ച്. ഇല്ലെങ്കിൽ പടം ത്രൂ ഔട്ട് ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ വന്നിരുന്നെങ്കിൽ ഫുൾ കോമഡി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നതിന്. എസ് എ ഹോൾ കിടിലൻ ഫസ്റ്റ് ഹാഫ്, നല്ല രീതിക്ക് കോമഡി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഈ റിപ്പീറ്റേഷനും ക്യാരക്ടേഴ്സിൻ്റെ ഓവറായിട്ട്, അതായത് ഒരുപാട് ക്യാരക്ടേഴ്സ് വന്ന് അതും പറഞ്ഞ് കുറച്ച് അലമ്പായിട്ട് ഉള്ള, എന്നാൽ സ്റ്റിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഓവറോൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഒരു ജാതി ജാതകം ഫീൽ ചെയ്തിട്ടുള്ളത്.